Welcome to Mol Mathew's Kitchen and Garden. ഇന്ന് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്താലോ? Okay, Mummy. എഞ്ചിൽ എന്നെ ഹെൽപ്പ് ചെയ്യുമോ? Yes. ചിക്കനെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇത് 3.25 പൗണ്ടാണ്. ഒരു 1.5 കിലോ വരും. ഇത് നന്നായിട്ട് കഴുകിയെടുത്ത് വെള്ളമൊക്കെ തുടച്ച് വെച്ചിരിക്കുന്നതാണ്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ചതച്ച വറ്റൽമുളക്, 10-12 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി. ഇത് മസ്റ്റാർഡ് പൗഡറാണ്. ഞാൻ തന്നെ ഇവിടെ ഉണ്ടാക്കിയതാണ്. ഒട്ടും എണ്ണയില്ലാതെ കടുക് വറുത്തെടുത്തിട്ട് പൊടിച്ചു വച്ചിരിക്കുന്നതാണ്. ഇത് ഞാൻ അച്ചാറിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. മസ്റ്റാർഡ് പൗഡർ 1/4 സ്പൂൺ ചേർക്കാം. 2 ടേബിൾ സ്പൂൺ ബട്ടർ, 1 ടേബിൾ സ്പൂൺ തൈര്, ഉപ്പ്. നമ്മൾ ചിക്കൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ. നമുക്ക് ഈ പൊട്ടാറ്റോ ഇതാണ് ഇതിൻ്റെ അകത്തിടാം. ബേബി പൊട്ടാറ്റോ തെരകളമുണ്ട് ഇതില. കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം. കുറച്ച് ഒലിവ് ഓയിൽ. ചിക്കൻ ഒരു 2-3 മണിക്കൂറായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ബോയിൽ ചെയ്തെടുത്ത കടലയും പയറുമാണ്. ചിക്കൻ്റെ ജ്യൂസൊക്കെ ഇതിലേക്ക് ഇറങ്ങിയിട്ട് ഒന്നുകൂടി നല്ല ടേസ്റ്റ് ചെയ്യണം കേട്ടോ.
ഞാൻ 400 ഡിഗ്രി ഫാരൻഹീറ്റിൽ 1 മണിക്കൂറാണ് ബേക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് പെട്ടെന്നൊരു വെജിറ്റബിൾ റൈസ് കൂടി ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ കുറച്ച് ചെറുതായിട്ട് സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട്, 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, മല്ലിയില, മുളക്, എരിവില്ലാത്ത മുളകാണ് എടുത്തിരിക്കുന്നത്, കുറച്ച് വെജിറ്റബിൾസ്, ഉപ്പ്, ബട്ടർ. പാൻ ചൂടായിട്ടുണ്ട്, ബട്ടർ ചേർക്കാം. വെളുത്തുള്ളി ബട്ടറിൽ നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. സവോള ചേർക്കാം. കുറച്ചുപ്പ്, ക്യാപ്സിക്കം, സവോളയും പച്ചമുളകും ഒക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. വെജിറ്റബിൾസ് ചേർക്കാം. പല കളറുള്ള വെജിറ്റബിൾസും ക്യാപ്സിക്കം ഒക്കെ ആകുമ്പം വെജിറ്റബിൾ റൈസിന് നല്ലൊരു കളർ കിട്ടും. പച്ചക്കറികളിലേക്ക് കഴുകി വച്ചിരിക്കുന്ന അരി ചേർക്കാം. ഞാൻ മെഷറിംഗ് കപ്പിന് 1.5 കപ്പ് ബസ്മതി റൈസാണ് കഴുകിയെടുത്തിരിക്കുന്നത്. നമ്മൾ ഏത് പാത്രത്തിന് എടുക്കുന്നോ അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ചേർക്കുന്നത്. ഞാൻ 3 കപ്പ് വെള്ളമാണ് ചേർക്കാൻ പോകുന്നത്. പാകത്തിന് ഉപ്പ് ചേർത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വെജിറ്റബിൾ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുറം നല്ല ക്രിപ്സി ആയിട്ട് അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ 400 ഡിഗ്രി ഫാരൻഹീറ്റിൽ 1 അവറാണ് വെച്ചത്. അവസാനത്തെ 5 മിനിറ്റ് ഞാൻ ബ്രോയിൽ ഇട്ടിരുന്നു. അതുകൊണ്ടാണ് മേളിങ്ങനെ നല്ല ക്രിപ്സി ആയിട്ട് വന്നത്. അത് ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, വെജിറ്റബിൾസും ഒക്കെ. ബേക്ക് ചെയ്തെടുത്ത വെളുത്തുള്ളി, ഒലിവ് ഓയിൽ, കുരുമുളക് പൊടി, ഉപ്പ്. ഇതൊരു അടിപൊളി സോസാണ്. ഞാൻ എപ്പോഴും എന്തെങ്കിലും ബേക്ക് ചെയ്യുമ്പോൾ എക്സ്ട്രാ അങ്ങനെ വെളുത്തുള്ളി ബേക്ക് ചെയ്ത് വെക്കും.
അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ഡിന്നർ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഗ്രില്ല് ചെയ്തിട്ടുണ്ട്, കുറേ വെജിറ്റബിൾസ് ഉണ്ട്, റൈസ് ഉണ്ട്, നല്ലൊരു സോസ് ഉണ്ട്, കടലയും ബീൻസും എല്ലാം കൂടെ നല്ലൊരു സാലഡ് ഉണ്ട്. Smells good, Mommy. എന്നാൽ ഡാഡിയെ ചേട്ടായിമാരെയൊക്കെ വിളിച്ചോണ്ട് പോവാ. Okay.